അവസരങ്ങളിലൂടെയാണല്ലോ നാടകങ്ങൾ തെളിഞ്ഞ് റിഫൈൻഡ് ആയ ഒരു ആർട്ടിസ്റ്റ് നമുക്ക് കിട്ടുക. അങ്ങനെയുള്ള അവസരങ്ങൾ ദൈവാനുഗ്രഹം കൊണ്ട് അവർക്ക് ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. ഇവരോടൊപ്പം പ്രവർത്തിക്കാനായിട്ട് എനിക്ക് കിട്ടിയൊരു ഒരവസരം അതിന് ഞാൻ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. പ്രത്യേകിച്ച് ഇത് നവീൻ്റെ ഒരു കഥയാണ് ഇതിലെടുത്തത്. ഈ ആരുടെ പതാക കഴിഞ്ഞ വർഷം 2025 ഏപ്രിൽ 26 ഞായറാഴ്ച ഇതേ ദിവസം നവീൻ്റെ ഒരു ചെറുകഥ അയൺമാൻ എന്ന് പറഞ്ഞൊരു കഥ അത് ഞാൻ ഹിന്ദിയിലേക്ക് മൊഴിമാറ്റം നടത്തിയിട്ട് അത് ഏകപാത്ര നാടകമായിട്ട് അവതരിപ്പിച്ചു. അതിൻ്റെ 1ാം വാർഷികത്തിൽ വീണ്ടും നവീൻ്റെ ഒരു കഥ അവതരിപ്പിക്കാൻ പറ്റുന്ന മറ്റൊരു മെഡലാണ്. നവീൻ അതുപോലെ തന്നെ ചെഞ്ചല്യം എന്ന് പറയുന്ന ആശയം എനിക്ക് പകർന്നു നൽകിയത് മണിയാണ്. ഈ കഴിഞ്ഞ നിരവധി വർഷങ്ങളായിട്ട് നെഹ്റു ട്രോഫി ജയിക്കുന്ന വിയവരും ചുണ്ടൻ എന്ന് പറയുന്ന ഒരു ചുണ്ടൻവള്ളത്തിന്റെ ഭരണസമിതി അംഗം കൂടിയാണ് മണി. അപ്പോൾ ജനിച്ച നാൾ മുതൽ ചുണ്ടൻവള്ളമായിട്ട് സഹകരിച്ചിരുന്ന ഒരാളാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞപ്പോൾ എന്നാൽ തിരിച്ചൊരു മണിക്കൊരു പണി കൊടുത്തേക്കാം എന്ന് പറഞ്ഞ് ഉണ്ടാക്കിയൊരു സ്ക്രിപ്റ്റാണ്. ഗംഭീരമായിരുന്നു കേട്ടോ സ്ക്രിപ്റ്റ്. കാരണം ഞാൻ ആലപ്പുഴക്കാരനാണ്, എനിക്കറിയാം. അപ്പോൾ നവീൻ 2 വാക്ക്. അതുപോലെ ബഹുമാനപ്പെട്ട ജോസഫ് സാർ, ഒരു നിമിഷം നമുക്ക് വളരെ കുറവ് സമയമാണ് എങ്കിലും ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ ഒപ്പം ഒരു ഫോട്ടോ എൻ്റെ ആദ്യത്തെ നാടകം എനിക്ക് ഭയങ്കരമായിട്ട് ആത്മാവായിട്ട് ബന്ധപ്പെട്ട നാടകം. കാരണം ഞാനും നാട്ടുകാരാണ്, സംഭവത്തുകാരനാണ്. ഞങ്ങളുടെ നാട്ടിലൊരു വള്ളമുണ്ട്, നടുഭാഗം. ഞങ്ങൾ ഈ ഇന്ത്യ പാകിസ്ഥാൻ പോലെയാണ്. ഞങ്ങൾ തൊട്ടടുത്തക്കരയിൽ ഒരാളുണ്ട് ചമ്പക്കുളം. അതിനെ തോപ്പിക്കാനാണ് ഞങ്ങളുടെ ജീവിതത്തിന്റെ മൊത്തം അഭിലാഷം. പക്ഷെ ഇപ്പൊ എന്താണ്, ഞങ്ങളുടെ വെള്ളം വേറെ വഴിയുന്നു, ചമ്പക്കുളം വേറെ വഴിയുന്നു, ഞങ്ങൾ വേറെ ആൾക്ക് കൊണ്ട് കഴിയുന്നു. അപ്പൊ അതുകൊണ്ട് ആ കഥയുമായിട്ട് എനിക്ക് ഭയങ്കര അപാര്യമായിട്ട് ബന്ധമുണ്ട്. അത് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അനിൽ സാറിന്റെ വളരെ ക്ലോസ് ഫ്രണ്ടാണ്. ഇത്തരം കുറെ നാടക ചർച്ചകളും നാടക താല്പര്യം എനിക്കറിയാം. പിന്നെ സുരേച്ചി നമ്മുടെ നാടകത്തിന് നടിയാണ്. നമ്മുടെ നാട്ടിൽ എല്ലാവരും ഇവിടെ ഉണ്ട്. വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ആ സബ്ജക്റ്റും ഭയങ്കര സാർ വളരെ നന്നായിട്ട് ആ ടച്ചായിട്ട് നമുക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. വളരെ സന്തോഷം. താങ്ക് യു. അതുപോലെ ഇന്ന് ഇവിടെ ഈ പരിപാടിക്ക് കാണാനായിട്ട് എത്തിച്ചേർന്ന എല്ലാവർക്കും നിങ്ങൾ ഓരോരുത്തർക്കും ഞങ്ങൾ എല്ലാവരുടെയും പേരുള്ള സ്നേഹം നൽകിയാണെങ്കിൽ ഞങ്ങളുടെ വിലപ്പെട്ട സമയം മാറ്റിവെച്ച് പലതവണ ഞങ്ങളുടെ പരിപാടികൾ കാണാൻ വേണ്ടി വന്നിട്ടുണ്ട്. ഇങ്ങനെയുള്ള സ്നേഹവും സഹായങ്ങളും കൊണ്ട് മാത്രമാണ് ഓരോരോ പുതിയ വേദികളിലേക്ക് പോകാൻ ഊർജ്ജം കിട്ടുന്നത്. അതിൽ ഏറ്റവും വലിയ കാര്യം ഇനി കാണുമ്പോൾ ഇതിൽ ആരെങ്കിലും എന്നോട് സ്ഥിരമായിട്ട് സംഭവിക്കാറുണ്ട്, അവർ ചോദിക്കാറുണ്ട് അടുത്ത പരിപാടി എപ്പോഴാണ്. ആ ചോദ്യമാണ് അടുത്ത ട്രിഗർ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ചോദ്യങ്ങൾ ഇനിയും കേൾക്കാനുള്ള ഭാഗ്യം എനിക്ക് ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥം ആഗ്രഹിക്കുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഞങ്ങളുടെ സ്നേഹം.